ക്രിസ്മസ് ഒക്കെ വരികയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു സിമ്പിളായിട്ടുള്ള ഒരു പ്ലം കേക്കാണ്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ 2 പ്ലം കേക്കിൻ്റെ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്ത് നോക്കി ഒരുപാട് പേര് നല്ല നല്ല ഫീഡ്ബാക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. നമ്മൾ ഇതിൽ ഓവണോ ബീറ്ററോ അതുപോലെ തന്നെ മെഷറിംഗ് കപ്പ് മെഷറിംഗ് സ്പൂണ് ഇതൊന്നും ആവശ്യമില്ല. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. നമ്മൾ കുക്കറിൽ ഡയറക്റ്റ് ഒഴിച്ചാണ് ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷേ നമുക്ക് കുക്കറിൽ ചെയ്താണെന്നും മനസ്സിലാവില്ല. നല്ല ടേസ്റ്റാണ്, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കുക. നിങ്ങൾക്ക് റെസിപ്പീസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നമ്മൾ മുന്നേ ചെയ്തതുപോലെ തന്നെ ആദ്യം നമുക്ക് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്യാം. ഈ ഒരു ഗ്ലാസ്സിൽ ഞാൻ 1/2 ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏത് ഗ്ലാസ്സാണോ എടുക്കുന്നത് ആ ഒരു സെയിം ഗ്ലാസ്സിൽ എല്ലാ മെഷർമെൻറ്റും എടുത്താൽ മതി. അപ്പോൾ മെഷറിംഗ് കപ്പ് കയ്യിലുള്ളവരാണെങ്കിൽ അതിലെടുത്താലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് 1/2 ഗ്ലാസ് പഞ്ചസാര ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ പഞ്ചസാര കണ്ടോ കളറൊക്കെ മാറിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് പഞ്ചസാര മുഴുവൻ മെൽട്ടായതിനു ശേഷം ഇതിൻ്റെ കളറ് മാറാനായിട്ട് തുടങ്ങും. അപ്പോൾ ഈ ഒരു കളറിലെത്തിയാൽ നമ്മൾ അടുത്ത് തന്നെ ഒരു 3/4 ഗ്ലാസ്സോളം ഇളം ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അടുത്ത് തന്നെ വെക്കുക. അതിന് ശേഷം ഇത് പെട്ടെന്നായിരിക്കും കളർ ചേഞ്ച് ആവുക. അപ്പോൾ നിങ്ങൾ ലോ ഫ്ലെയിമിൽ തന്നെ ഈ ഒരു സ്റ്റൈലിലൊക്കെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. കണ്ടില്ലേ, ഇപ്പോൾ കറക്റ്റാണ്. അപ്പോൾ ഈ ഒരു കളറിൽ എത്തുമ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിമിൽ നിന്ന് ഒന്ന് മാറ്റിയിട്ട് വെള്ളം ചേർക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ കുറച്ച് മാറി നിന്നിട്ട് ചേർക്കുക, അല്ലെങ്കിൽ നമ്മുടെ മുഖത്തേക്കൊക്കെ തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. ചെറിയൊരു ശബ്ദം ഉണ്ടാവും, അതൊക്കെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ചിലപ്പോൾ ഇത് കട്ട പിടിച്ചിട്ടിരിക്കും. അത് അങ്ങനെ കട്ട കെട്ടിയാലും കുഴപ്പമില്ല. അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആയിക്കോളും. ഇനി നമുക്കിതിലേക്ക് ഒന്ന് തിളച്ചതിന് ശേഷം ആ ഒരു സെയിം ഗ്ലാസ്സിൽ തന്നെ 1/2 ഗ്ലാസ്സോളം ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഉണക്കമുന്തിരിയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു പ്ലം കേക്കിൽ ചേർക്കുന്നത്. മുന്നേ അപ്ലോഡ് ചെയ്തതിൽ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ ചേർത്തിട്ടാണ് കാണിച്ചിരുന്നത്. അപ്പോൾ അതൊക്കെ താല്പര്യമുള്ളവർ അതൊന്ന് കണ്ടു നോക്കി ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഉണക്കമുന്തിരി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതൊന്ന് കുറുകി വരട്ടെ. അപ്പോൾ കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചാലും കുഴപ്പമില്ല, ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുകി വരാനായിട്ട് വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മുന്തിരിയൊക്കെ നല്ലപോലെ ഒന്ന് സോക്കായിട്ടും വരും. അപ്പോൾ ഇതിൽ ഞാൻ ഉണക്കമുന്തിരി അതുപോലെ തന്നെ ടുട്ടി ഫ്രൂട്ടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ മുകളിലായിട്ട് കുറച്ച് കാഷ്യൂനട്ടും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ കൂടുതലായിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാരയിലേക്ക് 2 ഗ്രാമ്പൂ, 2 ഏലക്ക, ഒരു ചെറിയൊരു പീസ് ജാതിക്ക ഇതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് പട്ടയുടെ പൊടി എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് പിന്നീട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ പട്ടയുടെ പൊടി കയ്യിലില്ലാത്തവർ ഈ ഒരു സമയത്ത് ചെറിയൊരു പട്ടയും കൂടി കൂട്ടിയിട്ട് വേണം പഞ്ചസാര പൊടിച്ചെടുക്കാൻ. അതുപോലെ തന്നെ ഈ ഒരു കേക്ക് ഞാൻ മധുരം കുറച്ചിട്ട് ചെയ്തതുകൊണ്ടാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു 1/4 ഗ്ലാസ് പഞ്ചസാരയിലേക്ക് ഇതിട്ടിട്ട് പൊടിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണിലാണ് പൊടിച്ചെടുത്ത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു 1/4 ഗ്ലാസ് പഞ്ചസാരയിലേക്ക് ഈ ഒരു സ്പൈസസ് പൊടിച്ചെടുക്കണം. നമുക്ക് ഈ ഒരു അരിപ്പയിലേക്ക് ഒരു അരിപ്പയിൽ എടുത്തിട്ട് അതിലേക്ക് 1/2 ഗ്ലാസ്സോളം നമ്മൾ നേരത്തെ എടുത്ത ഗ്ലാസ്സിൽ തന്നെ 1/2 ഗ്ലാസ് മൈദമാവ് എടുക്കുന്നുണ്ട്. അപ്പം മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് മാവ് വെച്ചിട്ട് ചെയ്ത് നോക്കണമെങ്കിൽ അങ്ങനെയും ചെയ്ത് നോക്കാം. അപ്പോൾ 1/2 ഗ്ലാസ് മൈദമാവിലേക്ക് 1 ടീസ്പൂൺ, നമ്മൾ ടീസ്പൂണൊന്നും വേണമെന്നില്ല, ഇതുപോലുള്ള നമ്മുടെ വീട്ടിലുള്ള ചെറിയ സ്പൂൺ ഉണ്ടല്ലോ അതിലേക്ക് ബേക്കിംഗ് പൗഡറും ഒരു 1/4 സ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരല്പം ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്നുകൂടി. എന്നിട്ട് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കൊരു വലിയൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 മുട്ടയാണ് ഈ ഒരു കേക്കിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2 കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കാം. നല്ല ഡ്രൈ ആയിട്ടുള്ള ബൗൾ തന്നെ എടുക്കുക. എന്നിട്ട് ഞാൻ ഒരു വിസ്ക് വെച്ചിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വിസ്ക് കയ്യിലില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഫോർക്കോ സ്പൂണോ എന്തായാലും കുഴപ്പമില്ല, വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കിട്ടിയാൽ മതി. എന്നിട്ട് നമ്മൾ പഞ്ചസാരയും സ്പൈസസും കൂടി പൊടിച്ചെടുത്തല്ലോ ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് പട്ടയുടെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പൊടിക്കുമ്പോൾ പട്ട കൂടി ഇട്ടിട്ട് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ചിലർ ഇതിൻ്റെയൊക്കെ പൗഡർ വാങ്ങിച്ച് വീട്ടിലുള്ളവരുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒരു 1/4 സ്പൂൺ വീതം ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ പട്ടയുടെ പൊടി ഒരു 1/4 സ്പൂൺ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്.
ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ഗ്ലാസ് അളവിൽ തന്നെ ഒരു സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നുണ്ട്. അപ്പം ബട്ടർ താല്പര്യമുള്ളവരാണെങ്കിൽ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഈ ഒരു മൈദയുടെ മിക്സാണ് ചേർക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പം മൈദമാവ് കുറേശ്ശെയായിട്ട് ഇതുപോലെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മുഴുവനായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് മിക്സായി കിട്ടില്ല, ആ ഒരു രീതിയിലാണ് വരിക. അപ്പോൾ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിരിക്കുന്ന പ്ലം കേക്കിൽ ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്തിട്ടൊക്കെയായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്ത് നോക്കുക. പെട്ടെന്ന് നമുക്കൊരു പ്ലം കേക്കൊക്കെ ഉണ്ടാക്കണമെന്ന് തോന്നിയാൽ ഈ ഒരു മെത്തേഡിൽ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഓവണിൽ വെച്ചിട്ട് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഓവൺ ഇല്ലാതെ ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനായിട്ട് ചേർത്താൽ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. ഇനി നമുക്ക് കാരമലൈസ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള പഞ്ചസാരയും അതുപോലെ തന്നെ ഉണക്കമുന്തിരിയും കൂടിയുള്ള മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുകൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബാറ്ററി കറക്റ്റായിട്ട് വരും. അപ്പോൾ ഒരുപാട് തിക്കാണെന്ന് തോന്നുകയാണെങ്കിൽ ഇളം ചൂടുള്ള ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് വെള്ളം നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ബാറ്ററിലേക്ക്. അപ്പോൾ സാധാരണ നമ്മുടെ കേക്ക് ബാറ്റർ പോലെയല്ല, കുറച്ചൊന്ന് തിക്കായിട്ടാണ് ഈ ഒരു പ്ലം കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാവുക. അതുപോലെ തന്നെ കുറച്ചുകൂടി നമുക്കൊരു ഫ്ലേവറിന് വേണമെങ്കിൽ കുറച്ച് ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം ഈ ഒരു സമയത്ത്. ഞാൻ ഇതിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നട്ട്സൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ സിമ്പിളായിട്ടുള്ള ഒന്നാണ് കാണിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഈ ഒരു കുക്കറിലാണ് ഞാൻ ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഡയറക്റ്റായിട്ട് ഒഴിച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. അടിയിലൊരു ബട്ടർ പേപ്പർ വിരിച്ചു കൊടുത്തിട്ടുണ്ട്, സൈഡിലൊക്കെ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് നല്ല തിക്കായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂണൊക്കെ വെള്ളം നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അവിടെ ചൂടുള്ള വെള്ളം തന്നെ ചേർക്കണേ. ഇനി ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് ബേക്കായി വരുമ്പോൾ മുകളിൽ കുറച്ച് കാഷ്നട്ടൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗിയല്ലേ കാണാനായിട്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ച് കാഷ്നട്ട് മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റൈസിൻസിന് ഈ ഒരു ഉണക്കമുന്തിരി ഉണ്ടല്ലോ അതുകൂടി മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കുക്കറിൻ്റെ മൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ വാഷർ എടുത്ത് മാറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ പുതിയ കുക്കറൊക്കെ ആണെങ്കിൽ വാഷറിന് ചെറിയ കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്. അതപ്പോൾ വാഷറും കൂടി മാറ്റി കൊടുക്കുക. പിന്നെ അടിയിൽ ചെറിയൊരു വേണ്ടാത്ത പാൻ വെച്ച് അതിൻ്റെ മുകളിലാണ് കുക്കർ വെച്ചത്. അപ്പോൾ ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റും അതിന് ശേഷം ഒരു 35 മിനിറ്റോളം ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേക്ക് ബേക്കാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ബേക്കായോ എന്ന് നിങ്ങൾക്ക് ഒരു 30 മിനിറ്റൊക്കെ ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഞാനിത് ഒന്ന് തണുത്തതിന് ശേഷം ഈ ഒരു പാനിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പറൊക്കെ മാറ്റി കൊടുക്കാം. നമുക്ക് ബട്ടർ പേപ്പർ അടിയിൽ വെച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പം നിങ്ങളെടുക്കുന്ന കുക്കർ കുറച്ചുകൂടി വലിയ കുക്കറാണെങ്കിൽ ഇതിനേക്കാളും കുറച്ച് കുക്കിംഗ് ടൈമിൽ നമുക്ക് ചെയ്തെടുക്കാം. പക്ഷേ ഇത്രയും ഹൈറ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് കുക്കിംഗ് ടൈമിൽ ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വരാം. എന്തായാലും ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേക്ക് ബേക്ക് ആയോ എന്നില്ലയോ എന്ന്. ജസ്റ്റ് ഒരു ചെറിയൊരു സ്ക്വയറോ എന്തെങ്കിലും വെച്ച് നമ്മൾ കേക്കിലേക്ക് ഒന്ന് ഇറക്കി നോക്കിയാൽ മതി. മാവൊന്നും ഒട്ടിപ്പിടിച്ചില്ലെങ്കിൽ ബേക്കായി എന്നാണ് അർത്ഥം. അപ്പോൾ ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം കട്ട് ചെയ്യുമ്പോഴാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു പ്ലം കേക്കിൻ്റെ ടേസ്റ്റ് വരിക. നമ്മൾ ഒരിക്കലും ചൂടോട് കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കരുത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റുള്ള ഒരു പ്ലം കേക്ക് തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മുന്നേ ഞാൻ സോക്ക് ചെയ്തിട്ടൊക്കെയാണ് കാണിച്ചിരുന്നത്, ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്തിട്ട്. അപ്പോൾ ആ ഒരു രീതിയിലാകുമ്പോൾ നമുക്ക് ഫ്രൂട്ട്സിന് കുറച്ചുകൂടി ടേസ്റ്റ്, അതുപോലെ തന്നെ കുറേ നട്ട്സും അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്തിട്ടായിരുന്നു ചെയ്തത്. അപ്പോൾ നിങ്ങൾ നല്ല റിച്ച് ആയിട്ട് ചെയ്യാനാണ് കുറച്ച് സമയമൊക്കെ എടുത്ത് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതുപോലെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്നൊക്കെ പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കണമെന്നാണെങ്കിൽ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക, തീർച്ചയായിട്ടും സക്സസ് ആവും. അപ്പോൾ ഇനി നല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക്